ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ളൊരു പ്രധാനപ്പെട്ട സത്യം, പ്രധാനപ്പെട്ട ഒരു കൽപ്പന നാം പഠിക്കുകയായിരുന്നല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. 2 തരം വിത്തുണ്ടെന്ന് നമ്മൾ കണ്ടു, ജഡത്തിൻ്റെ വിത്തും ആത്മാവിൻ്റെ വിത്തും. രണ്ടാമത്തെ പോയിൻ്റ്, വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചോ അതിൻ്റെ ഫലം കൊയ്യും. മൂന്നാമതായിട്ട് നാം കണ്ടു, വിതയ്ക്കുന്നതിലും അധികം കൊയ്യും. ഇന്ന് 4ാമത്തെ പോയിൻ്റ്, ഇന്ന് നാം കാണുന്നത്, വിത്ത് ഏതെന്നറിയാൻ പാടില്ലാതെ വിതച്ചാലും വിതച്ചത് കൊയ്തേ മതിയാകുള്ളൂ. ഇവിടെ കാണുന്ന വിത്ത് ഏതെന്ന് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ കുറച്ച് വിത്ത് കൊണ്ട് തന്നു. അപ്പോൾ പറഞ്ഞു വെണ്ടയുടെ വിത്താണെന്ന് പറഞ്ഞ് വെണ്ടയുടെ വിത്തും ചീരയുടെ വിത്തും കൊണ്ട് തന്നു. അപ്പോൾ വെണ്ടയുടെ വിത്ത്, ചീരയുടെ വിത്ത്, പിന്നെ വഴുതനങ്ങയുടെ വിത്ത്, ഇതെല്ലാം നമ്മൾ നമ്മുടെ തോട്ടത്തിൽ വിതച്ച് അതുപോലെ വേറെ ചില വിത്തുകളും ഉണ്ടായിരുന്നു വഴുതനങ്ങയുടെ. അപ്പോൾ വിതച്ചു. നമുക്കറിയത്തില്ലായിരുന്നു വിത്ത് ഏതാണെന്ന്. അത് കഴിഞ്ഞ് വിതച്ച് വലുതായി വന്ന് നോക്കിയപ്പോൾ, ഫലമുണ്ടായി കഴിഞ്ഞ് നോക്കിയപ്പോൾ ചിലത് വഴുതനങ്ങയുടെ കാട്ടുവഴുതനങ്ങയായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നതായിട്ട് വന്നു. നമുക്കറിയത്തില്ലായിരുന്നു വിത്ത്. വെണ്ടയ്ക്കയെല്ലാം നല്ല വെണ്ടയ്ക്കയായിട്ട് നിൽക്കുന്ന കണ്ടു. അതുപോലെ ചീര ചിലത് കാട്ടുചീരയായിരുന്നു. അപ്പോൾ കാട്ടുചീര നമുക്കറിയാം കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു. കണ്ടാലൊക്കെ കൊച്ചു പ്രായത്തിൽ കണ്ടാലെല്ലാം ഒരുപോലെ തോന്നും. അതെ, വിത്ത് ഏതെന്ന് നമുക്ക് അറിയാൻ പാടില്ലാതെ നാം വിതച്ചാലും നാം വിതച്ചത് കൊയ്യുള്ളൂ. നമ്മൾ ചെറുപ്രായത്തിലൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, വലുതായാലും പ്രായമായാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഭവനത്തിൽ ചെയ്യുമ്പോൾ, പക്ഷെ നമുക്കതിൻ്റെ കോൺസിക്വൻസോ അത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയത്തില്ല. നമ്മൾ ഓരോ ദിവസവും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വിത്ത് ഏതാണെന്ന് അറിയാതെ നമ്മൾ വിതച്ചതാണെങ്കിലും എന്തുണ്ടാകും? അതിൻ്റെ ഫലം നമ്മൾ കൊയ്യും. നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവരെ വളർത്തിക്കൊണ്ടുവന്നതിൽ നമ്മൾ പറ്റിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളറിയാതെ, നമുക്ക് അത്രയും പരിജ്ഞാനം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മളതിങ്ങനെ ചെയ്തതാണ്. എന്നാൽ അറിയാതെ ചെയ്ത് പോയതാണെങ്കിലും നാം ഏത് വിത്ത് വിതച്ചത് അറിയാൻ പാടില്ലാതെ വന്നാലും വിതച്ചതിൻ്റെ ഫലം മാത്രമേ നമുക്ക് കൊയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ബൈബിളിൽ ഒരു സ്ത്രീരത്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾക്ക് അറിയാതെ അവളൊരു വിത്ത് വിതച്ചു. അവളുടെ അവിശ്വാസമാണ് വിത്ത് വിതയ്ക്കാൻ കാരണം. വിത്ത് വിതച്ചു, അവൾ വിചാരിച്ചതുപോലെയല്ല. കൊയ്ത് വന്നപ്പോൾ അവൾക്ക് അതിൻ്റെ ഫലം കിട്ടിയപ്പോൾ അത് അവൾക്ക് സഹിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക്. നമ്മുടെ സാറാ അമ്മച്ചിയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. കർത്താവ് കൽദീയദേശമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വിളിച്ചപ്പോൾ തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, അതിൻ്റെ 12ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. അത് സാറയ്ക്കും അറിയാം. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും 15ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പല പ്രാവശ്യം കർത്താവിന് പറയുന്നുണ്ട്. 15ാം വാക്യത്തിൽ പറഞ്ഞപ്പോഴും പറയുന്നുണ്ട്, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, എനിക്ക് മക്കളില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ പുറത്തു കൊണ്ട് ചെന്നു അവനോട് പറയുകയാണ്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അത് കഴിഞ്ഞ് അവൻ യഹോവയിൽ വിശ്വസിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഊരിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ അവനെ വെറുതെ കൂട്ടിക്കൊണ്ടു വന്നതല്ല. എന്നാൽ അബ്രഹാമിനോടുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാം കുറച്ച് സമയത്തേക്കെങ്കിലും അബ്രഹാം സാറയെ കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാറ വന്ന് അബ്രഹാമിനോട് പറയുകയാണ്,
എനിക്ക് മക്കളില്ല. അപ്പോൾ അബ്രഹാമിനറിയാം ഈ സാറയിൽ കൂടി ദൈവം മക്കളെ തരും എന്നുള്ളത് അബ്രഹാമിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അബ്രഹാമിന് അറിയാവുന്നതാണ്. അല്ലാതെ ദാസൻ്റെ മകനല്ല അവന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നതെന്ന് അവന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അവൻ മറന്നുപോയിട്ട് സാറ പറഞ്ഞതനുസരിച്ച് സാറായി അവനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഒരു മിസ്രയീം ദാസി ഉണ്ടായിരുന്നു. സാറായ അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരമായിട്ട് സാറ സ്വന്തം ബുദ്ധിയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. അവൾ അബ്രഹാമിനൊരു വഴിയൊക്കെ കുറുക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അബ്രഹാം അത് സമ്മതിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഹാഗാർ ഗർഭം ധരിച്ചു. അവൾ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ 4-ാം വാക്യത്തിൽ അവൾ ഗർഭം ധരിച്ചു, താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തെ അവളുടെ കണ്ണിന് നിന്ദിതിയായി. സാറ നിന്ദിതിയാക്കി ആകുന്ന ഒരവസ്ഥ ഉണ്ടാകാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ട്? സാറ വിതച്ചതിൻ്റെ അനുഭവമാണ്, അതിൻ്റെ കോൺസിക്വൻസാണ് സാറ കൊയ്തത്. എന്നാൽ ഗർഭിണിയായി അവൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും പകരമായിട്ട് കുറുക്ക് വഴി നോക്കിയതിൻ്റെ ഇതാണ്. അവളുടെ ദാസിയുടെ മുമ്പിൽ അവൾ നിന്ദിതയായി. അത് കഴിഞ്ഞിട്ട് സാറയെ ഹാഗാർ വിട്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാം. സാറയ്ക്ക് പിന്നെ തീരാ ദുഃഖമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ തീരാ ദുഃഖം കാരണം മുഖാന്തരമായിട്ട് സാറയ്ക്ക് അവളുടെ സ്വഭാവമെല്ലാം മാറ്റി ഹാഗാറിനോട് കാഠിന്യം ചെയ്യേണ്ട ഒരനുഭവം സാറയ്ക്ക് ആവശ്യമായിട്ട് വന്നു. അവൾ ദാസിയോട് കാഠിന്യം ചെയ്തു. അവിടെയും ദൈവത്തിൽ ആശ്രയിച്ചില്ല. അപ്പോൾ ദാസി അവളെ വിട്ടിട്ട് പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവളെ വിളിച്ച്, അബ്രഹാമിൻ്റെ സന്തതിയാണ് അവളുടെ ഉദരത്തിൽ കിടക്കുന്നത്, അതുകൊണ്ട് അവളെ പിരിച്ച് സാറയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നാൽ അവൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവൾ വീണ്ടും അവളുടെ മകന് പോലും ഒരു പരിഹാസിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് തീരേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം സാറയ്ക്ക് ദുഃഖമായിട്ട് വന്നു. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ സാറായി പറഞ്ഞത് കേട്ടത് മുഖാന്തരമായിട്ട് സാറയ്ക്ക് വീണ്ടും ദൈവത്തോട് ആശ്രയിച്ച സാറയ്ക്ക് വീണ്ടും മകനുണ്ടായി, ഇസഹാക്കുണ്ടായി. എന്നാലും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പൈതലനായ ഇസാക്കിൻ്റെ ആദ്യപുത്രനാണ് ഇസ്മായേലിനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അവനുണ്ടായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിസ്രയീം ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു. അത് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസാക്കിനോടുകൂടി അവകാശിയാകരുതെന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടയായി. എന്നാലും ദൈവം അബ്രഹാമിനോട് പറയുക, മകനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യേണ്ട ഒരു പ്രയാസം അവിടെ ഉണ്ടാകുവാനായിട്ട് സാധിച്ചു. സാറേ ചെയ്തതിൻ്റെ അറിയാതെ വിതച്ചതാണ്, അറിയാതെ ചെയ്തതാണ്. എന്നാൽ അതിൻ്റെ അനന്തരഫലം സാറേ അനുഭവിച്ചു. അബ്രഹാമും ഇത്രയും കോൺസിക്വൻസ് ഒന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അവനും ചെയ്തതിൻ്റെ ആ ദുഃഖം അവനും അനുഭവിച്ചു. പ്രിയ സഹോദരിമാരെ, നാം ഇന്ന് കണ്ട പോയിൻ്റ്, വിത്ത് ഏതെന്ന് അറിയുവാൻ പാടില്ലാതെ വിതച്ചാലും വിതച്ചത് കൊയ്തേ മതിയാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ, ഓരോ ദിവസമുള്ള ജീവിതത്തിൽ നല്ലത് മാത്രം വിതയ്ക്കുവാൻ, ആത്മാവിൻ്റെ വിത്ത് മാത്രം വിതയ്ക്കുവാൻ, ആത്മാവിൻ്റെ ഫലങ്ങൾ മാത്രം വിതയ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അറിയാതെ അനേക നാളുകളിൽ ചിലപ്പോൾ നമ്മൾ വിത്ത് വിതച്ചിട്ടുണ്ടാകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തെറ്റുകളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. വരുന്ന ദിവസങ്ങളിൽ ആത്മാവിൻ്റെ വിത്ത് മാത്രം വിതച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.